വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പവർ ഓഫ് ട്രേഡ് ജേണലിംഗ് അഥവാ ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് ജേണലിംഗ്. ട്രേഡിങ്ങിൽ ജേണലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഒരുപാട് ആളുകൾ പല രീതിയിൽ പല സജഷൻസ് ചോദിച്ചിരുന്നു. അതിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു സജഷൻ തന്നെയായിരുന്നു ജേണലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കുക, ഇത് സൈക്കോളജി സീരീസിൻ്റെ ഒരു പാർട്ട് കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ജേണൽ ഫോർ ബിസിനസ്, ട്രേഡിംഗ് ജേണൽ, ക്രിയേഷൻ ഓഫ് ജേണൽ, ജേണൽ ഫോർമാറ്റ്, റൂൾസ് ഓർ പ്ലാൻസ്, ഓവർവ്യൂ, ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് ജേണൽ, കമ്പൈൻഡ് കൺക്ലൂഷൻ. അവസാനം ഒരു കമ്പൈൻഡ് കൺക്ലൂഷനിലൂടെ ആയിരിക്കും നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ വീഡിയോ ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് മുഴുവനായിട്ടിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു T4T. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ഒരു റിലേറ്റീവ് എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യവും ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ഫൗണ്ടേഷൻ ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു 3 പേരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ ആളുടെ പേര് എ, രണ്ടാമത്തെ ആളുടെ പേര് ബി, മൂന്നാമത്തെ ആളുടെ പേര് സി. ഇവർ 3 പേരും ചെയ്യുന്നത് സെയിം ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്? ഒരു സ്മോൾ സ്കെയിലായിട്ട് ആപ്പിൾ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഓക്കെ, ചെറിയ രീതിയിൽ ഒരു ആപ്പിളിൻ്റെ സെല്ലിങ് ആപ്പിളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ കുറിച്ചും വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. 3 പേരും കൂട്ടിട്ടിട്ടാണ് ആപ്പിൾ വിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ സെല്ലിങ് ആപ്പിൾ തന്നെയാണ് സെല്ല് ചെയ്യുന്നത്. നോട്ട് ഇൻട്രസ്റ്റഡ്. ആൾക്ക് ഈ ഒരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് ഇൻട്രസ്റ്റ് തീരെയില്ല. ചിലപ്പോൾ എന്തായിരിക്കും, അയാൾക്ക് വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് ആയിരിക്കും താല്പര്യം. ചിലപ്പോൾ സാഹചര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആപ്പിൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇത്രേ കാര്യമേ പറയാനുള്ളൂ. ആൾ ആദ്യത്തെ ഒരു വ്യക്തിയാണ്. കോട്ടിട്ടിട്ട് തന്നെയാണ് ആപ്പിൾ വിൽക്കുന്നത്, സെല്ലിങ് ആപ്പിളാണ്. അതുപോലെ നോട്ട് ഇൻട്രസ്റ്റഡ് ആണ്, അതുപോലെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ, നമ്മളുടെ എക്സാമ്പിളിലെ രണ്ടാമത്തെ വ്യക്തിയാണ്. ആളെന്താ ചെയ്യുന്നത്? ആളും സെല്ലിങ് ആപ്പിൾ തന്നെയാണ്, ആപ്പിൾ സെല്ല് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആണ്. കാരണം എ ഇൻട്രസ്റ്റഡ് അല്ല, ബി ഇൻട്രസ്റ്റഡ് ആണ്. കാരണം ആൾക്ക് ആപ്പിൾ വിൽക്കാൻ വളരെയധികം താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഗുഡ് സർവീസ്. കസ്റ്റമർ ആയിട്ടുള്ള ഒരു നല്ലൊരു കസ്റ്റമർ സ്കില്ല്, കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കസ്റ്റമേഴ്സിനായിട്ട് ഡീല് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ സ്കില്ല് കൂടി ബിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരു നെഗോസിയേഷൻ സ്കില്ലും ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ബി. കാരണം അയാൾക്ക് ഈ ഒരു പ്രൊഫഷനെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, ഇനി നമുക്ക് സിയുടെ നോക്കാം. സി എന്ന് പറയുന്നത് നമ്മളുടെ എക്സാമ്പിളിലെ 3ാമത്തെ വ്യക്തിയാണ്. ആളും സെല്ലിങ് ആപ്പിൾ തന്നെയാണ് വിൽക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആണ്. അതുപോലെ തന്നെ ഗുഡ് സർവീസ് കൊടുക്കുന്നുണ്ട്. നെഗോഷിയേഷൻ സ്കിൽ. ബിയുടെ ക്വാളിറ്റി അത് തന്നെ സിക്കും ഉണ്ട്. പക്ഷെ സിയെ ബിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് സി പ്രോപ്പറായിട്ട് ജേണലിംഗ് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് ജേണലിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരും ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ സെയിം ബിസിനസ്സാണ്. പക്ഷെ സി ആ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള കാര്യം ഷോപ്പ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സെയിൽ കഴിഞ്ഞതിന് ശേഷം എഴുതി വെക്കും. എന്തൊക്കെ എഴുതി വെക്കാം? ആപ്പിളാണ് ഇവർ 3 പേരും കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ സി എന്ത് ചെയ്യും? പലതരം ആപ്പിൾസ് ഉണ്ടാവും. അതിൽ എന്തൊക്കെ ആപ്പിൾസ് ഉണ്ടാവും? ഗാല ആപ്പിൾസ്, നമ്മൾ നോർമലി കഴിക്കുന്ന ഗാല ആപ്പിൾസ്, ഗ്രാനി ആപ്പിൾസ്, കാശ്മീരി ആപ്പിൾസ്, അതെല്ലാം ഉണ്ടാവും. അതുപോലെ എത്ര ക്രെഡിറ്റ് ഇന്ന് പോയി, ആരൊക്കെ കടം വാങ്ങി കൊണ്ടുപോയി, അതേപോലെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഇങ്ങനത്തെ രീതിയിലുള്ള ട്രാൻസാക്ഷൻ വന്നത് എത്ര, ക്യാഷ് ട്രാൻസാക്ഷൻ വന്നത് എത്ര. ഓക്കെ, അതിൽ നിന്നാണ് ചായ കുടിക്കാനോ അല്ലെങ്കിൽ അല്ലറ ചില്ലറ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു സെയിൽ എമൗണ്ടിൽ നിന്ന് എടുത്ത കാശ് എത്ര. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, സി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിക്ക് ഓവറോൾ അത് വായിച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചു. ഓക്കെ, ഇന്നത്തെ മുഴുവൻ കാര്യം എന്ത് ചെയ്യും, സി വീട്ടിലെത്തിയാൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കും.
ഓക്കെ, അതാണ് ജേർണലിംഗ് ചെയ്തത്. ബി എന്താ, ബിക്ക് എല്ലാ ക്വാളിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ എന്താണ്, ജേർണലിംഗ് ചെയ്യുന്നില്ല. എയുടെ കാര്യം പറയണ്ട, കാരണം ആള് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞിരിക്കവേ എന്താണ്, നമ്മളൊരു ലോങ് ടേം സക്സസ് പെർസ്പെക്റ്റീവിലേക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ലോങ് ടേം സക്സസ് പെർസ്പെക്റ്റീവിലേക്ക് എടുക്കുകയാണെങ്കിൽ എ ആണോ ബിക്കാണോ സിക്കാണോ ഒരു ലോങ് ടേം സക്സസ് കൈവരിക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതലുള്ളത്? നമ്മൾ പ്രോബബിലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ എക്ക് പ്രോബബിലിറ്റി വളരെ കുറവാണ്. കാരണം എന്താണ്, പ്രോബബിലിറ്റി വളരെ കുറവാണെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത് എക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡിലാണ് അയാൾ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിലാണ്, താല്പര്യമില്ലാത്തൊരു പ്രൊഫഷനാണ് എ ചെയ്യുന്നത്. അതുകൊണ്ട് ലോങ് ടേം സക്സസ് ഈ ഒരു ഫീൽഡിൽ എക്ക് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, നമ്മൾ ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ, ബിക്ക് ലോങ് ടൈം പ്രോബബിലിറ്റിക്കുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, അയാൾക്ക് എയിൽ നിന്ന് മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ എന്താണ്, ബി വളരെ ഇൻട്രസ്റ്റഡ് ആണ്, റെസ്പോൺസിബിൾ ആണ്, അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, കസ്റ്റമറായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, നല്ല നെഗോഷിയേഷൻ സ്കില്ലുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്താണ്, ലോങ് ടൈം സക്സസിനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, എന്നിരുന്നാൽ നമ്മൾ സിയിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, സിക്ക് ഇവരെ 3 പേരുടെ പ്രോബബിലിറ്റിനേക്കാൾ കൂടുതൽ പ്രോബബിലിറ്റി സിക്ക് ഉണ്ട് എന്ന് വേണം നമ്മൾ പറയാൻ. കാരണം എന്താണ്, ബി ചെയ്യുന്ന എല്ലാ കാര്യവും, അല്ലെങ്കിൽ ബിക്കുള്ള ക്വാളിറ്റീസ് എല്ലാം തന്നെ സിക്കും ഉണ്ട്. പക്ഷേ സിനെ ബിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, സി പ്രോപ്പറായിട്ട് ജേർണലിംഗ് ചെയ്യുന്നുണ്ട്. എന്താണ് ജേർണലിംഗ് ചെയ്യുന്നത്? ആപ്പിൾ സെല്ലിങ്ങിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെയുള്ള എല്ലാ കാര്യവും, എല്ലാ ക്യാഷ് ഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട് ഫ്ലോ, എല്ലാ ചിലവുകളും, എല്ലാ കാര്യവും എഴുതി വെക്കുന്നുണ്ട് സി. അതുകൊണ്ട് അതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ആളുടെ ബിസിനസ്സിൽ എന്തൊക്കെ മിസ്റ്റേക്കാണ്, എന്തൊക്കെ എററാണ് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന മിസ്റ്റേക്കൊക്കെ കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യാനുള്ളൊരു എബിലിറ്റി സിക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം സക്സസ്സിനുള്ള ഒരു പ്രോബബിലിറ്റി എനേക്കാളും ബിനേക്കാൾ കൂടുതൽ സിക്കാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഹൂ ഈസ് എ പെർഫെക്റ്റ് ബിസിനസ് മാൻ? ആരായിരിക്കും? ഒബ്വിയസ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആരായിരിക്കും? സി തന്നെയായിരിക്കും ദ പെർഫെക്റ്റ് ബിസിനസ് മാൻ. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ്, ബിസിനസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ജേർണലിംഗ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, ഒബ്വിയസ്ലി നിങ്ങൾ ഇവിടെ നോക്കുക, എന്താണ്, എ പെർഫെക്റ്റ് ബിസിനസ് മാൻ ഹൂ ജേർണൽ ഈസ് സംവൺ ഹൂ സ്റ്റേ ഓർഗനൈസ്ഡ് ആൻഡ് ലേണിംഗ് ഫ്രം ദയർ എക്സ്പീരിയൻസ്. ഓക്കെ, എന്താണ്, എക്സ്പീരിയൻസ് എന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളായിരിക്കും ഒരു ബിസിനസ് മാൻ എന്ന് പറയുന്നത്. ഓക്കെ, ദേ റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻറ്റ് ബിസിനസ് ഐഡിയാസ്. അയാൾ എഴുതി വെക്കുന്ന മെയിൻ കാര്യങ്ങൾ എന്തായിരിക്കും? പല ബിസിനസ് ഐഡിയാസ്, അതേപോലെ സക്സസ് ആൻഡ് മിസ്റ്റേക്ക് ആൻഡ് ലെസൺസ്. ഓക്കെ, പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള പല ലെസൺസും ഓക്കെ ഇത് എഴുതി വെക്കുന്നത് ഒരു ഹാബിറ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ദിസ് ഹാബിറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ഡിസിഷൻസ്, കീപ് ട്രാക്ക് ഓഫ് പ്രോഗ്രസ് ആൻഡ് അഡോപ്റ്റ് ടു ചേഞ്ച്. ഓക്കെ, അപ്പം ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് കൊണ്ടുള്ള ഒരു എന്താണ്, ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസിഷൻസ്, നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു എബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ എന്താണ്, പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അഡാപ്റ്റ് ടു ചേഞ്ച്. ഓക്കെ, അഡാപ്റ്റബിലിറ്റി. ഓക്കെ, ഓരോ കണ്ടീഷൻസിനനുസരിച്ച് ബിസിനസ് എന്ത് ചെയ്യാം? അഡാപ്റ്റ് ചെയ്യാൻ. ഓക്കെ, ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ എന്താണ്, അഡാപ്റ്റബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ജേർണലിംഗ് ഓൾസോ ഹെൽപ്സ് ദം ഫോക്കസ്ഡ്, റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് തിങ്ക് ഓഫ് ന്യൂ ഐഡിയാസ്, മേക്കിംഗ് ബെറ്റർ അച്ചീവിങ് ദെയർ ഗോൾസ്. ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെറ്റർ വേ തന്നെയായിരിക്കും ഈ ഒരു ജേർണലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, സെൽഫ് റിഫ്ലക്ഷൻ. എന്താണ് ഇയാൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ള ഒരു വ്യക്തമായൊരു ധാരണ ജേർണലിംഗ് തരും. അതുപോലെ ഗോൾ ട്രാക്കിംഗ്. ഒരു ഗോൾ ഉണ്ടെങ്കിൽ ഓക്കെ, ആ ഗോളിലേക്കുള്ള ആ ഒരു പ്രോഗ്രസ് മനസ്സിലാകും. അതേപോലെ പ്രോബ്ലം സോൾവിങ്. ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും എല്ലാ പ്രോബ്ലവും നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, അത് വായിച്ച് നോക്കവേ നമുക്കെന്താണ്, പ്രോബ്ലം സോൾവിങ്ങിനുള്ള ഒരു എന്താണ് ഐഡിയ ആ ഒരു ജേർണലിംഗിൽ തന്നെ നമുക്ക് കിട്ടും. അതേപോലെ എന്താണ്, ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ്. പല മിസ്റ്റേക്സും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ മിസ്റ്റേക്സും നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മിസ്റ്റേക്സ് നിന്ന് ലേൺ ചെയ്യും. അതുപോലെ എന്താണ്, ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, എന്താണ്, ഈ മിസ്റ്റേക്ക് എന്ന് നമ്മൾ പല കാര്യം ലേൺ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതേപോലെ സ്ട്രെസ് റിലീഫ്.
അതുപോലെ തന്നെ എന്താണ് ക്രിയേറ്റീവ് ബൂസ്റ്റ്. ഓക്കെ, സ്ട്രെസ് റിലീഫ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പല ക്യാഷ് ഫ്ലോസും ഇൻഫ്ലോസും എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കാശ് ഇവിടെ പോയി, ആ കാശ് ഇവിടെ പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കളഞ്ഞു പോയി എന്നൊക്കെ ചിലർക്ക് തോന്നും. ഓക്കെ, ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ്, പലതരം ക്രിയേറ്റിവിറ്റി ചെയ്യാനുള്ള ഒരു ബൂസ്റ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഡിഷ് ആയിട്ട് മാർക്ക് ചെയ്തത്, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. കാരണം എന്താണ്, ലേണിംഗ് ഫ്രം മിസ്റ്റേക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. മിസ്റ്റേക്സ് നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്. അതുപോലെ അക്കൗണ്ടബിലിറ്റി. അപ്പോൾ നമ്മൾ ഇത് കൂടാതെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു വ്യക്തിക്ക് ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാധാരണ ആയിട്ട് ദിവസങ്ങൾക്ക് അപ്പുറം ഓർക്കാൻ കഴിയുന്നതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അയാളുടെ ഓർമ്മശക്തി, അയാളുടെ ഫോക്കസ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നിരുന്നാലും ഓൺ ആൻ ആവറേജ് പേഴ്സൻ്റെ ഒരു മെമ്മറി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താ, ഒരുപാട് കാലത്തേക്ക് നമുക്കത് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. അവിടെയാണ് നമ്മളുടെ എന്താണ് ഈ ജേണലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ജേണലിങ്ങിൻ്റെ റെലവൻസ് അവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ ജേണലിങ്ങിൻ്റെ റെലവൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ട്രേഡിങ്ങിൽ ജേണലിങ്ങിൻ്റെ റെലവൻസ് എന്താണെന്നാണ് ഇനി മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേഡിങ്ങിനെ ഗാംബ്ലിംഗ് ആയിട്ടും ബിസിനസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പല ആളുകളും ഗാംബ്ലിംഗ് ആയിട്ടാണ് ഹീറോ ടു സീറോ, അങ്ങനെ ഒരുപാട് ടേംസ് ഒക്കെ വെച്ചിട്ട് ഒരു ഗാംബ്ലിംഗ് മെൻറ്റാലിറ്റിയിലേക്ക് പോയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ എന്താണ്, ഒരു ഷോർട്ട് ടേം ബിസിനസ് ആയിട്ടും ഒരു ലോങ് ടേം ബിസിനസ് ആയിട്ടും ട്രീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഷോർട്ട് ടേം ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഷോർട്ട് ടേം എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്വിങ് ആ ഒരു രീതിയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ബിസിനസ് ട്രേഡിങ്ങിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ്. ഒരു ഷോർട്ട് ടൈം ആയിട്ട് എന്താണ്, വേറെ എന്തെങ്കിലും ഒരു സംഭവം സെറ്റ് ആവുന്നത് വരെ അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ആ ഒരു മെൻറ്റാലിറ്റിയിൽ ചെയ്യുന്ന ആളുകളാണ് ഷോർട്ട് ടൈം ആയിട്ട് ബിസിനസ് പെർസ്പെക്റ്റീവിൽ ട്രേഡിങ് ചെയ്യുന്ന ആളുകൾ. ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവരാണ് മെയിൻ ആയിട്ടുള്ള ആളുകൾ. എന്താണ്, ബിസിനസ്സിനെ ലോങ് ടേം ആയിട്ട് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകണം. ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ്, ഒരു ലോങ് ടേം സക്സസ് പെർസ്പെക്റ്റീവിൽ ട്രേഡിങ്ങിനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുള്ള ഒരാളുകൾ, അവർക്ക് എന്താണ്, ജേണലിങ് കമ്പൽസറി ആണ്. കാരണം എന്താണ്, നമ്മൾ ലോങ് ടേം പീരീഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ലോങ് ടേം സക്സസ് അല്ലെങ്കിൽ ഒരു ലോങ് ടേം അച്ചീവ്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ ജേണലിങ് കമ്പൽസറി ആണ്. കാരണം എന്താണ്, നമ്മളുടെ മിസ്റ്റേക്സ് ഒന്ന് പഠിക്കുന്നു, നമ്മൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മളുടെ വീക്ക്നെസ് എന്താണെന്ന് ഇതെല്ലാം നമ്മളെന്താണ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കുന്നു. അതിനുശേഷം ആ ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു മന്ത് എൻഡ് വീക്ക് എൻഡ് നമ്മളിതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ എന്ത് സംഭവമാണ് കാണിച്ചു കൂട്ടുന്നത്, നമ്മൾക്ക് എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, നമ്മളുടെ വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, നമ്മൾ കണ്ടിന്യൂസ്ലി റാപ്പിഡ്ലി റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണെന്നൊക്കെ നമ്മൾ ജേണലിങ്ങിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിന് ഒരു എന്താണ് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ജേണലിങ് കമ്പൾസറി ആയിട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ട്രേഡിംഗ് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ജേണലിംഗ് ആണ്. ജേണലിംഗ് അല്ലാതെ വേറെ ഒന്നുമല്ല. ട്രേഡിങ്ങിൽ ഡിസിപ്ലിൻ വേണം, ഡിസിപ്ലിനിൽ ഫോക്കസ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, ഡിസിപ്ലിൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു വ്യക്തി ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ജേണലിംഗ് ആണ്. ഇന്ന് തൊട്ട് എഴുതി തുടങ്ങുക. എന്താണ്, ഒരു ഡയറി എഴുതുന്ന പോലെ ആ ഒരു ട്രേഡിങ്ങിനെ ബിസിനസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ആ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് ടു ബിസിനസ്സിൻ്റെ ആ എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. എന്തിനാണ്, അത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മിസ്റ്റേക്കാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ട്രേഡിങ്ങിനെ ഡിസിപ്ലിൻ ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജേണലിംഗ് ആണ്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജേണലിംഗ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ ജേണലിങ്ങിൻ്റെ റെലവൻസ് പറഞ്ഞു. ഇനി എന്താണ്, ട്രേഡിങ്ങിൽ റെലവൻസ് നോക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വൈ യു മേക്ക് എ ട്രേഡിംഗ് ജേണൽ, എന്തിനാണ് നമ്മൾ ട്രേഡിംഗ് ജേണൽ ഉണ്ടാക്കുന്നത്, നമ്മൾ ഇത്രയും നേരം അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എന്താണ്, ബിക്കോസ് യു നീഡ് ടു ട്രീറ്റ് യുവർ ട്രേഡിംഗ് ലൈക്ക് എ ബിസിനസ്. എന്ത് തരം ബിസിനസ് ആയിട്ട് കാണണം, നമ്മുടെ ലോങ് ടേം പെർസ്പെക്റ്റീവിലുള്ള ബിസിനസ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ എന്താണ്, പേഴ്സണൽ ഗ്രോത്ത്, അതുപോലെ തന്നെയാണ് ഫൈൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആൻഡ് ഓവറോൾ ലോങ് ടേം ട്രേഡിംഗ് പെർസ്പെക്റ്റീവ്. ഇത്തരം കാര്യങ്ങൾ എടുത്തുകൊണ്ടായിരിക്കണം നമ്മളെന്താണ് ഒരു ട്രേഡിംഗ് ജേണൽ ഉണ്ടാക്കുന്നതിൻ്റെ റെലവൻസ് മനസ്സിലാക്കാൻ. ഇനി നമ്മളെന്താണ്, ക്രിയേഷൻ ഓഫ് ജേണൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എന്നിരുന്നാലും ക്രിയേഷൻ ഓഫ് ജേണൽ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ അതാണ്, ആളുകൾ 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തരത്തിലാണ്, ഡിജിറ്റൽ ഫോർമാറ്റിലും പേപ്പർ ഫോർമാറ്റിലും. എന്താണ് ഈ ഡിജിറ്റൽ ഫോർമാറ്റിൽ എന്ന് പറയുന്നത്, ഡിജിറ്റൽ ഫോർമാറ്റിൽ നമ്മളുടെ ജേണൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ട്രേഡിങ്ങിലെ എൻഡിങ് ടു നമ്മൾ പറഞ്ഞു ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ബിസിനസ്സിൻ്റെ
ഓപ്പൺ ടു അല്ലെങ്കിൽ എന്താ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ട്, നമ്മുടെ ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് ആക്ഷൻ ടു എൻഡിങ് ആക്ഷൻ വരെയുള്ള മുഴുവൻ കാര്യം നമ്മൾ ജേണൽ ചെയ്തു എന്നോ. അത് ഡിജിറ്റൽ ഫോർമാറ്റിൽ നമുക്ക് എക്സൽ ആയിട്ട്, അതുപോലെ ആപ്പായിട്ട്, പലതരം തേർഡ് പാർട്ടി ആപ്സ് ഉണ്ട്, അതുപോലെ വെബ്സൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇപ്പോഴത്തെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസിൽ എന്താണ് ബ്രോക്കേഴ്സ് എന്താണ് ജേണലിങ്ങിനുള്ള ഒരു ഓപ്ഷൻസ് കൂടി ഇപ്പം എന്താണ് ട്രേഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തത് പറഞ്ഞാൽ പേപ്പർ ഫോർമാറ്റാണ്. ഫിസിക്കലി നമ്മളൊരു ബുക്ക് വാങ്ങിയിട്ട് അതിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നതാണ് രണ്ടാമത്തേത്. അപ്പം എന്താണ് രണ്ട് ഫോർമാറ്റ് ഉണ്ട്, ഡിജിറ്റൽ ഫോർമാറ്റും ഉണ്ട്, പേപ്പർ ഫോർമാറ്റും ഉണ്ട്. ഇതിലേതാണ് ബെറ്റർ? അത് നമ്മളെന്താണ് കുറച്ച് സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഇത് വായിച്ച് നോക്കുക. എന്താണ് പേപ്പർ ഫോർമാറ്റ് ജേർണലിംഗ് ഈസ് ഓഫ്റ്റൻ ടു കൺസിഡേർഡ് സുപ്പീരിയർ ടു ഡിജിറ്റൽ ജേർണലിംഗ് ഫോർ എ സെവറൽ റീസൺ. എന്താണ് പേപ്പർ ഫോർമാറ്റിൽ നമ്മൾ ജേർണലിംഗ് ചെയ്യുന്നത് ഡിജിറ്റൽ ഫോർമാറ്റിൽ ജേർണൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ബെനിഫിറ്റ് ആണ് ഫോർ എ സെവറൽ റീസൺസ്. എന്തൊക്കെയാണ്? റൈറ്റിംഗ് ബൈ ഹാൻഡ് എൻഗേജ് ഡിഫറെൻറ്റ് കോൺഗ്നേറ്റീവ് പ്രോസസ് ദാറ്റ് എൻഹാൻസ് ദ മെമ്മറി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്കെന്താണ് ഇങ്ങനെ നമ്മൾ പേപ്പർ ത്രൂ എഴുതുന്നത് കൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ മെമ്മറി എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി കൂടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ എന്താണ് ദ ഫിസിക്കൽ ആക്ട് ഓഫ് റൈറ്റിംഗ് ക്രിയേറ്റ് എ സ്ട്രോങ് കണക്ഷൻ ബിറ്റ്വീൻ ഹാൻഡ് ആൻഡ് ബ്രെയിൻ. എന്താണ് ഹാൻഡും നമ്മുടെ കൈ വെച്ച് എഴുതുന്നത് കൊണ്ട് തന്നെ ഹാൻഡും ബ്രെയിനും തമ്മിലുള്ളൊരു കണക്ഷൻ അവിടെ സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ഇറ്റ് അലോവിങ് ബെറ്റർ പ്രോസസ് ഓഫ് ഇൻഫോർമേഷൻ. അതുപോലെ ദ ടാറ്റിക്സ് എക്സ്പീരിയൻസ് ഹെൽപ്സ് ടു ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് എന്താണ് ഇൻറ്റേർണലൈസ് ദയർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് മോർ എഫക്റ്റീവ്. അതുകൊണ്ട് എന്താ നമ്മളുടെ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ഹാൻഡ് വെച്ച് എഴുതുന്നത് കൊണ്ട് എന്താണ് അത് എഫക്റ്റ്ലി യൂട്ടിലൈസ് ആവാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ എന്നെ ഒരുപാട് എഴുതിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു മീഡിയം പ്രായം വരെ എന്താണ് നമ്മളെ കൊണ്ട് ഡയറി സ്കൂളിൽ എഴുതിപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ലോജിക് എന്ന് പറഞ്ഞാൽ അതാണ്. ചെറിയ കാലം തൊട്ട് തന്നെ നമ്മളുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇത് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഒരു സീരിയസ് ആയിട്ടാണ് നിങ്ങൾ ട്രേഡിങ്ങിനെ കാണുന്നത്. നിങ്ങൾ ട്രേഡിങ്ങിനെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലോ അല്ലെങ്കിൽ എന്താണ് ഒരു ലോങ് ടേം ഗോൾ ഓറിയൻറ്റഡ് ലെവലിലാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നമ്മൾ ജേർണലിംഗ് ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഡിജിറ്റൽ ഫോമിലല്ല നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഡിജിറ്റൽ ഫോർമാറ്റിലല്ല നമ്മൾ ജേർണൽ ചെയ്യുന്നത്, നമ്മൾ ഫിസിക്കൽ ഫോർമാറ്റിൽ പേപ്പർ ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുക, ഇപ്പോൾ തന്നെ പോയിട്ട് ഒരു ബുക്ക് വാങ്ങിക്കുക. ഓക്കെ, ബുക്ക് വാങ്ങിക്കുന്ന സമയത്ത് മനസ്സിലാക്കാതെ ഈ മാതിരി വരെയുള്ള നോട്ട് ബുക്ക് കോളേജ് നോട്ട് വാങ്ങാതിരിക്കുക. കഴിയുന്നതും എന്താണ് സ്പൈറലായിട്ടുള്ള എന്താണ് വരയില്ലാത്ത ബുക്ക് കൺസിഡർ ചെയ്യുക, ഒരു പെന്നും കൺസിഡർ ചെയ്യുക. കാരണം എന്താണ് ആ ബുക്ക് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ജേർണൽ കാണുന്ന സമയത്ത് നമുക്ക് എഴുതി വിടാൻ തോന്നണം. ഓക്കെ, ഒരുപാട് എഴുതാൻ വേണ്ടി നമുക്ക് തോന്നണം, നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് തോന്നണം. ഓക്കെ, ഇനി നമ്മൾ ജേർണലിംഗ് പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ജേർണൽ എഴുതുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ട്രേഡിംഗ് ജേർണൽ എഴുതുന്ന സമയത്ത് നമ്മൾ 3 സ്റ്റേജസ് ആയിട്ടാണ് എഴുതുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗെയിം പ്ലാൻ ആണ്, രണ്ടാമത്തത് എക്സിക്യൂഷൻ സ്റ്റേജ് ആണ്, മൂന്നാമത്തത് എന്താണ് പോസ്റ്റ് ട്രേഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗെയിം പ്ലാൻ, എക്സിക്യൂഷൻ, പോസ്റ്റ് ട്രേഡ്സ് എന്ന് 3ആയിട്ട് തിരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജേർണൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സിക്യൂഷൻ എന്നുള്ളതാണ് നമ്മളുടെ ആക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മളുടെ ആക്ഷൻ എന്ന് പറയുന്നത് എക്സിക്യൂഷനാണ്. ഈ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഈ ആക്ഷന് മുമ്പുള്ളത് എന്താണ് ബിഫോർ ആക്ഷൻ ആണ് നമ്മളുടെ ഗെയിം പ്ലാൻ. അതേപോലെ പോസ്റ്റ് ട്രേഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ 3ആമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആക്ഷൻ കഴിഞ്ഞിട്ടുള്ള ബിഫോർ ആക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗെയിം പ്ലാന്, രണ്ടാമത്തേത് എക്സിക്യൂഷൻ സ്റ്റേജ്, മൂന്നാമത്തെ ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ട്രേഡ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗെയിം പ്ലാനിൽ ആദ്യം തന്നെ എന്താണ് നമ്മൾ ട്രേഡിംഗ് ജേർണൽ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡേറ്റ് ആൻഡ് ഡേ അത് നമ്മൾ നോട്ട് ചെയ്യുക. ഇന്നത്തെ ദിവസം ഏതാണ്, ഇന്നത്തെ ഡേറ്റ് ഏതാണ്. അതേപോലെ തന്നെ എന്താണ് സ്പെഷ്യാലിറ്റി, ഇന്ന് നമ്മൾ എഴുതിയ ഈ ഒരു ഡേറ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഡേയുടെ സ്പെഷ്യാലിറ്റി എന്താണ്, ഇന്ന് ഏതെങ്കിലും ഒരു ഇൻഡെക്സിൻ്റെ എന്താണ് എക്സ്പയറി ആണോ, അതേപോലെ നിങ്ങൾ ഇൻട്രാഡേ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആ എന്താണ് ആ കമ്പനി ഏതെങ്കിലും ഒരു കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ്, മേജർ ന്യൂസ് വരുന്നുണ്ടോ, എലക്ഷൻ ഡേ ആണോ, അങ്ങനെ സ്പെഷ്യാലിറ്റി എന്താണുള്ളതെന്ന് വെച്ചാൽ അത് എഴുതുക.
ഓക്കെ. മൂന്നാമത്തേത് പറഞ്ഞാൽ നിങ്ങൾ ട്രേഡിങ്ങിനെ ബിസിനസ്സായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. ബിസിനസ്സായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റാർട്ടിങ് ബിസിനസ്, ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണ്, നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണെന്ന് നിങ്ങൾ എഴുതുക. എന്താണ്, നിങ്ങൾ ഡൗട്ടോട് കൂടിയാണോ മാർക്കറ്റിലേക്ക് വരുന്നത്, നിങ്ങളെന്താണ് ഫിയറോട് കൂടിയാണോ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെന്താണ് നിങ്ങളൊരു കോൺഫിഡൻ്റ് ഇല്ലാതെയാണോ മാർക്കറ്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ സിക്ക് പനി അങ്ങനെ എന്തെങ്കിലും ഒരു ആ ഒരു കണ്ടീഷനിലാണോ നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നത്. നിങ്ങളുടെ അപ്പോഴത്തെ നിങ്ങളുടെ ട്രേഡിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണെന്ന് ഒന്ന് കുറിക്കുക. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓവറോൾ മാർക്കറ്റ് കണ്ടീഷനാണ്. ഓക്കെ. ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ എന്നാൽ നമുക്ക് എന്താണ് ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കാം, നാസ്ഡാക്ക് നോക്കാം, എന്താണ് ഡോ ജോൺസ്, S&P 500, അങ്ങനെ യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കാം, അതുപോലെ എന്താണ് അമേരിക്കൻ മാർക്കറ്റ്സ് നോക്കാം, എന്താണ് അങ്ങനെ ഏഷ്യൻ മാർക്കറ്റ്, ഇതെല്ലാം നോക്കിയിട്ട് എന്താണ് മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ മാർക്കറ്റിൽ എന്താണെന്ന് എഴുതുക. ബുള്ളിഷ്, ബെയറിഷ്, കൺസോൾട്ടേഷൻ മൂന്നിൽ ഏതാണെന്ന് എഴുതുക. അതുപോലെ തന്നെ അഞ്ചാമത് എഴുതേണ്ടതാണ് ക്യാപിറ്റൽ, നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ. ഇപ്പം ഇന്നത്തെ നമ്മൾ എന്താണ് സ്റ്റാർട്ടിങ് ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോവാണ്, നമ്മളുടെ ട്രേഡിംഗ് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ അനാലിസിസ്. എന്താണ് പ്രീവിയസ് ഡേ അനാലിസിസ്? പ്രീവിയസ് ഡേയിൽ നമ്മളുടെ അനാലിസിസ് എന്താണ്, അതാണ് നമ്മൾ നെക്സ്റ്റ് എഴുതേണ്ടത്. അതാണ് ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പ്രീവിയസ് ഡേ അനാലിസിസ്. നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രീവിയസ് ഡേ അനാലിസിസിൻ്റെ റിസൾട്ട് എന്താണ് നമ്മളുടെ, അതൊന്ന് ജസ്റ്റ് എഴുതുക. നെക്സ്റ്റ് പറയുന്നത് റീഡ് അവർ റൂൾസ് ലൗഡ്ലി. എന്താണ്, നമ്മൾ കുറച്ച് റൂൾസ് ഉണ്ടല്ലോ, അത് ഉറക്കെ ഒന്ന് വായിക്കുക. ഓക്കെ. അപ്പോൾ ഈ 7 കാര്യം ഇപ്പോൾ പലർക്കും തോന്നുന്നത് എന്താണ് എൻ്റെ റൂള്. നിങ്ങൾക്ക് റൂളുണ്ടോ? ചിലർക്ക് റൂൾ ഉണ്ടാവും, ചിലർക്ക് റൂൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ കുറച്ച് റൂളാണ്, ഒരു 10 റൂള്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ 10 റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങളത് എന്തായിരിക്കും, നിങ്ങളത് ഇതിലും എൻ്റയർലി ഡിഫറെൻ്റ് ആവാം, ഇതിനേക്കാൾ കൂടുതലായിരിക്കാം, ചിലപ്പോൾ ഇതിനേക്കാൾ കുറവായിരിക്കാം. എന്നിരുന്നാലും ഞാൻ എൻ്റെ റൂൾസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ്. ഫസ്റ്റത്തെ റൂൾ എന്ന് പറഞ്ഞാൽ നോ സെറ്റപ്പ് നോ എൻട്രി. എൻ്റെ സെറ്റപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ. എൻ്റെ സെറ്റപ്പിൽ ഒരു എൻട്രി വന്നാൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ എനിക്കൊരു സെറ്റപ്പ്, എൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് A+ സെറ്റപ്പ് ആയിരിക്കും. എന്തിനാണ് നമ്മൾ ഈ സെറ്റപ്പിനെ തന്നെ A+B+B എന്നൊക്കെ പറയുന്നത്? അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സെറ്റപ്പ് വാലിഡ് ആവണമെങ്കിൽ നമ്മൾ സെർട്ടൺ ക്രൈറ്റീരിയാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ക്രൈറ്റീരിയാസ് എല്ലാം മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് വാലിഡായിട്ട് ഹൈ പ്രോബബിലിറ്റി ആയിട്ട് ഒരു A+ ട്രേഡ് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, അങ്ങനെ ഒരു A+ സെറ്റപ്പ് കിട്ടിയില്ല, നോ സെറ്റപ്പ് ആണെങ്കിൽ അവിടെ നോ എൻട്രി ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ നെക്സ്റ്റ് എൻ്റെ റൂൾ എന്ന് പറയുന്നത് എന്താണ്, 1% റിസ്ക് പെർ ട്രേഡ്. എന്ന് വെച്ചാൽ 1 lakh ആണ് എൻ്റെ ക്യാപിറ്റൽ എങ്കിൽ 1000 രൂപയായിരിക്കണം എൻ്റെ ട്രേഡ് റിസ്ക് എന്ന് പറയുന്നത്. ഒരു ട്രേഡിൽ ഞാൻ ലൂസ് ചെയ്യുന്ന മാക്സിമം റുപ്പീസ് എന്ന് പറയുന്നത് 1% മാത്രമായിരിക്കും. ചില ആളുകൾ പേഴ്സൻറ്റേജ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത് ഡെയിലി ചെയ്യും, ചില ആളുകൾ പേഴ്സൻറ്റേജ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത് പെർ ട്രേഡ് ചെയ്യും. ഞാൻ ഒബ്വിയസ്ലി പെർ ട്രേഡ് ആണ്. ഓക്കെ. അതിനുശേഷം എന്താണ്, മാക്സിമം 2 ട്രേഡ് എ ഡേ. ഒരു ദിവസം 2 ട്രേഡ്, ഒരു ദിവസം മാക്സിമം പോയാൽ 2 ട്രേഡ്. അതിൽ ഫസ്റ്റ് ട്രേഡ് രാവിലത്തെ ആ ഒരു ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിൽ എന്താണ് ഒരു റിവേഴ്സൽ ട്രേഡ്സ്, ഒരു സെക്കൻഡ് ഹാഫ് 12 മണിക്ക് ശേഷം, ആ ഒരു രീതിയിലാണ് കൂടുതൽ പ്ലാൻ ചെയ്യാറ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് 30 മിനിറ്റ്സ് നോ ട്രേഡ്. എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ 30 മിനിറ്റും ലാസ്റ്റത്തെ 30 മിനിറ്റും അവിടെ ട്രേഡ് ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ ട്രേഡ് എടുത്ത എൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റിയും കാര്യങ്ങളും എല്ലാം കൂടി നോക്കുന്ന സമയത്ത് കൂടുതൽ ഫസ്റ്റ് എടുത്ത 30 മിനിറ്റ്സിലെടുത്ത ട്രേഡ്സ് എല്ലാം എന്താണ് എനിക്ക് എഗെയിൻസ്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 30 മിനിറ്റ് ട്രേഡ്, ലാസ്റ്റ് 30 മിനിറ്റ് ട്രേഡ്സും ഞാൻ ഒഴിവാക്കുന്നു. അതേപോലെ 1 ട്രേഡ് ഓൺ വോളറ്റൈൽ ഡേ. വോളറ്റൈൽ ഡേയിൽ വരുന്ന സമയത്ത് എൻ്റെ മാക്സിമം ട്രേഡ് ഇന്ന ഡേ എന്ന് പറയുന്നത് 2 ആണ്. അത് ഞാൻ ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്യും. കാരണം വോളറ്റൈൽ ഡേയിൽ കുറച്ച് റിസ്ക്കിയാണ്. അതുകൊണ്ട് എന്താണ് അവിടെ എൻ്റെ ഒരു വാലിഡ് സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ട്രേഡ് അത് മാത്രമേ എടുക്കൂ. അത് പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ്, ലോസ് ആണ് ലോസ്, പിന്നെ എയ്തർ ഒരു ട്രേഡ് ഇല്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ അപ്രോച്ച്, ഇമോഷൻലെസ് അപ്രോച്ച്. എനിക്കറിയാം ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജിക്കലി എന്താണ് പലതരം ഫിയർ, ഗ്രീഡ്, ഹോപ്പ്, ഇങ്ങനെ പല രീതിയിലുള്ള ഇമോഷൻ കടന്നു വരാം. ഓക്കെ. നമ്മൾ ഹ്യൂമൺ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് വന്നേ തീരൂ, വരും. അപ്പോൾ എന്താണ് അതിനെ കൺട്രോൾ ചെയ്യണം. ഓക്കെ. ഇപ്പം എന്താണ് ഒരു കൗണ്ടർ ട്രേഡിലാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ, ഒരു കൗണ്ടർ ട്രേഡിലാണ് ഞാൻ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി ചിലപ്പോൾ ഫിയർ വരാനുള്ളൊരു പോസിബിലിറ്റി എനിക്കുണ്ട്.
ഓക്കെ. അപ്പോൾ എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, ഇമോഷൺലെസ് ആയിട്ട് ഞാൻ അവിടെ അപ്രോച്ച് ചെയ്താലേ എനിക്ക് കൺസിസ്റ്റൻസി കിട്ടൂ. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1:2 റിസ്ക് റിവാർഡ് ആയിരിക്കണം ഞാൻ മിനിമം അറ്റൈൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ റിസ്ക് റിവാർഡ് 50ൻ്റെ മുകളിൽ 55 വിചാരിക്കുകയാണെങ്കിൽ 1:2 കിട്ടിയാലേ ലോങ് ടൈമിലേക്ക് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം എന്താണ് പ്രോഫിറ്റബിൾ ആവും. അതുകൊണ്ട് എന്താണ് ഒരു 1:2 മിനിമം ഞാൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേ ഫോക്കസ്ഡ്. കാരണം എന്താ, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ആ സമയത്ത് എന്താണ് അല്ലറ ചില്ലറ കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ എന്താണ് സ്റ്റേ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുക. അതേപോലെ എന്താണ് ലോജിക്കൽ ട്രൈലിംഗ്. അത് സ്റ്റോപ്പ് ലോസ് ആവാം, ടാർഗറ്റ് ആവാം. കാരണം എന്താ, ഇൻ കേസ് എനിക്കൊരു വാലിഡ് സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രെയിലിംഗ് ചെയ്യാം. കാരണം എന്താണ് ട്രെയിലിംഗ് ചെയ്യുക, കാരണം എന്താണ് കുറച്ച് ട്രെൻഡിങ് ആവുന്ന സമയത്ത് എന്താണ് നമ്മളെന്തായിരിക്കും, നമുക്ക് ചില ദിവസം ട്രെൻഡിങ് കിട്ടുന്ന ദിവസവും എന്താണ് നമുക്കെന്താ ട്രെയിൽ ചെയ്തേ പറ്റൂ. കാരണം ഒരു 1:2 1:3 കിട്ടിയെന്ന് വെച്ച് ഒഴിവാകുന്നതിന് പകരം എന്താണ് അതിൻ്റെ ആ ഒരു ഫോർകാസ്റ്റിനേഷൻ എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് നന്നായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ തോന്നുകയാണെങ്കിൽ ട്രെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ലോജിക്കലായിട്ടുള്ള ട്രെയിലിംഗ് ആയിരിക്കണം. നല്ലൊരു സ്വിംഗ് ലോ അല്ലെങ്കിൽ സ്വിംഗ് ഹൈൻ്റെ ഫോർമേഷൻ കിട്ടുന്നതിൻ്റെ മുകളിലോ താഴെയോ ആയിട്ടായിരിക്കണം ട്രെയിലിംഗ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് റൂൾ എന്ന് പറയുന്നത് സ്റ്റിക്ക് ടു ദ പ്ലാൻ ഓർ റൂൾ. അപ്പോൾ എന്താണ്, ഈ 1 മുതൽ 9 വരെയുള്ള റൂൾ ഞാൻ ഫെയിലായിട്ട്, അല്ലെങ്കിൽ 1 മുതൽ 9 വരെയുള്ള റൂൾ ഞാൻ തെറ്റിച്ചാലും 10ാമത്തെ റൂൾ ഞാൻ തെറ്റിക്കരുത്. അതാണ് 10ാമത്തെ റൂൾ. ഓക്കെ. അങ്ങനെ ഞാൻ എൻ്റെ റൂൾസ് മനസ്സിലാക്കി, ഞാൻ എൻ്റെ 10 റൂൾസ് മനസ്സിലാക്കി, ഞാൻ വീണ്ടും എൻ്റെ ജേണലിംഗ് പ്രോസസ്സിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജേണലിംഗ് പ്രോസസ്സ്, നമ്മൾ ജേണലിംഗ് തയ്യാറാക്കുന്ന സമയത്ത് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഗെയിം പ്ലാന്, എക്സിക്യൂഷൻ, പോസ്റ്റ് ട്രേഡ്. അതിലാദ്യം തന്നെ ജേണലിംഗ് ചെയ്യുന്നതിന് ആദ്യം തന്നെ എഴുതി വെക്കേണ്ട സെക്ഷനാണ് ഈ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ബിഫോർ ആക്ഷനാണ്. ഓക്കെ. എന്തൊക്കെയാണ് ഗെയിം ആക്ഷനിൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഡേറ്റ്, സ്പെഷ്യാലിറ്റി, മെൻ്റൽ സ്റ്റേറ്റ്, ഓവർ മാർക്കറ്റ് കണ്ടീഷൻ, അതുപോലെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ, പ്രീവിയസ് ഡേ അനാലിസിസ്, അതേപോലെ റീഡ് അവർ റൂൾസ് ലൗഡ്ലി. ഞാനിപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ 10 റൂള്, ഉറക്കെ ഞാൻ ഈ 10 റൂള് പറയുന്നു. ഒരു 1-2 പ്രാവശ്യം ഞാൻ പറയുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ ഇന്നലെ വാങ്ങിയ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇന്നിപ്പം എന്താണ് നമ്മൾ പറഞ്ഞ ഈ ഒരു ബുക്കിൽ ആദ്യം തന്നെ എന്താണ് നമ്മളുടെ ഗെയിം പ്ലാൻ ഹെഡിങ് കൊടുക്കുന്നു. ഡേറ്റ്, സ്പെഷ്യാലിറ്റി, മെൻ്റൽ സ്റ്റേറ്റ്, ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ, ക്യാപിറ്റൽ, പ്രീവിയസ് ഡേ അനാലിസിസ്, അതുപോലെ റീഡ് അവർ റൂൾസ് ലൗഡ്ലി. ഓക്കെ. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം ജേണല് നമ്മൾ അടച്ചു വെക്കുന്നു. ഓക്കെ. അടച്ചു വെക്കുന്നു. അതിനുശേഷം എന്താണ്, അതിനുശേഷം നമുക്ക് എന്താണ് നമ്മൾ മാർക്കറ്റിലെ എന്താണ് എൻട്രീസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ്. ഓക്കെ. ഇപ്പം എന്താണ് എനിക്കൊരു എൻട്രി കിട്ടി, ഞാൻ എൻട്രി ക്ലോസ് ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്യണം, നെക്സ്റ്റ് എൻ്റെ ജേണൽ തുറക്കണം, എന്നിട്ട് എഴുതണം. അല്ലെങ്കിൽ എന്താണ് മൊത്തമായിട്ട് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ട്രേഡിങ് മുഴുവനായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം എഴുതുക. ഓക്കെ. അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ എഴുതാം. ഓക്കെ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ മുഴുവനായിട്ട് ട്രേഡ് കഴിഞ്ഞ ആ സമയത്താണ് എഴുതുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് എൻട്രി കിട്ടിയെന്ന് വിചാരിക്കാം. ഏതാണ് എൻ്റെ സെഗ്മെൻറ്റ്? ഇക്വിറ്റി ആണോ, ഓപ്ഷൻ ആണോ, ഫ്യൂച്ചർ ആണോ, എന്താണ് എൻ്റെ സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ അത് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് സ്ക്രിപ്റ്റ് ബൈ യോർ സെൽ എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ്. ഇപ്പോൾ ഓപ്ഷൻ ആണെങ്കിൽ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ്, കോൾ ഓപ്ഷൻ ആണോ, പുട്ട് ഓപ്ഷൻ ആണോ, ബൈയിങ് ആണോ, സെല്ലിംഗ് ആണോ, അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. അതുപോലെ അറ്റ് ദ മണിയാണോ ഇൻ ദ മണിയാണോ എന്ന് ഓപ്ഷനിൽ നോക്കുക. അതുപോലെ തന്നെ എന്താണ് ഇക്വിറ്റിയിലാണെങ്കിൽ ഏതാണ് സ്റ്റോക്ക്, ഇൻട്രാഡേ ആയിട്ടാണോ ലിവറേജ്ഡ് ആയിട്ടാണോ എടുത്തത്, ലിവറേജ്ഡ് അല്ലാതെ ബൈ ക്യാഷ് ആയിട്ടാണോ എടുത്തത്, അത് സ്ക്രിപ്റ്റ് എഴുതി വെക്കുക. ഓക്കെ. അടുത്തത് എൻട്രി. നമ്മൾക്ക് ഏത് പ്രൈസിലാണ് എൻട്രി വന്നത്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ടാർഗറ്റ് എത്രയാണ്, സ്റ്റോപ്പ് ലെസ് എത്രയാണെന്ന് അതിൽ മെൻഷൻ ചെയ്യുക. അതേപോലെ റീസൺ ഫോർ ട്രേഡ്, ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്താണ്. ഓക്കെ. റീസൺ എന്താണ്, സ്ട്രാറ്റജി അല്ല ചോദിച്ചത്, റീസൺ എന്താണ്, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ആ ഒരു കാര്യം എന്താണ്. ഇങ്ങനെ ഒരു ട്രേഡ് എടുക്കണമെന്ന് നിങ്ങൾ തോന്നിച്ച, അല്ലെങ്കിൽ നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ ഏതൊരു ഡയറക്ഷനിലേക്ക് വന്നതിൻ്റെ റീസൺ എന്താണ്, അത് നിങ്ങൾ നെക്സ്റ്റ് എഴുതുക. അതിനുശേഷം എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി ഏതാ യൂസ് ചെയ്ത് അത് ഇതാ. എല്ലാവർക്കും ചിലപ്പോൾ പലതരത്തിൽ സ്ട്രാറ്റജി ഉണ്ടാവും. ചിലർക്ക് 1 ഉണ്ടാവും, ചിലർക്ക് 2 ഉണ്ടാവാം, ചിലർക്ക് 3 ഉണ്ടാവാം, പലതുണ്ടാവും. എപ്പോഴും പറയുന്നത് ഒരു സ്ട്രാറ്റജിയിൽ തന്നെ സ്റ്റിക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്താണെന്ന് നോക്കുക. നെക്സ്റ്റ് എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ. നിങ്ങൾ ആ ട്രേഡിൽ യൂസ് ചെയ്ത റിസ്ക് റിവാർഡ് റേഷ്യോ എന്താണെന്ന് എഴുതുക. അതേപോലെ ട്രെൻഡ് ട്രേഡ് ആണോ എടുത്തത്, കൗണ്ടർ ട്രേഡ് ആണോ എടുത്തത്,
എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്കാണ് പോയത് എന്ന് വെച്ചാൽ നമ്മൾ ട്രെൻഡിൻ്റെ കൂടെയായിട്ടാണോ പോയത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണോ പോയത്, അതുകൂടി എഴുതാം. അതുകൂടി എഴുതുമ്പോൾ നമ്മളുടെ സെക്കൻഡ് സ്റ്റേജും കംപ്ലീറ്റ് ആയി. അതിനുശേഷം എന്താണ് ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, എന്താണ് ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു 9 കാര്യം ഒരൊറ്റ ട്രേഡിന് എഴുതണം. 2 ട്രേഡാണ് എടുക്കുന്നത്, 3 ട്രേഡാണ് എടുക്കുന്നതെങ്കിൽ 3 പ്രാവശ്യം ഇത് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമ്മളെ എഴുത്ത് കുറച്ച് കൂടും. പക്ഷെ എന്താണ്, നമ്മളുടെ മെമ്മറി, ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം അറിയാലോ. അപ്പോൾ എന്താണ്, നമ്മൾ ഗെയിം പ്ലാൻ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജും എഴുതി, എക്സിക്യൂഷൻ എന്നുള്ള സെക്കൻഡ് സ്റ്റേജും എഴുതി. നെക്സ്റ്റ് പോസ്റ്റ് ട്രേഡ്. പോസ്റ്റ് ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താ, ട്രേഡിങ്ങിനെ ബിസിനസ് ആയിട്ട് കാണുന്നു. നമ്മളുടെ ബിസിനസ് 3:30 കഴിയുമെന്ന് വിചാരിക്കുക. എന്താണ്, ഒബ്വിയസ്ലി മാക്സിമം ടൈം ഒരു 3:30 ശേഷം കഴിഞ്ഞു. ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇക്വിറ്റി ആണെങ്കിൽ ചിലപ്പോൾ എക്സ്പയറി എന്നൊക്കെ, അല്ലെങ്കിൽ ഇപ്പം ഇക്വിറ്റി ആണെങ്കിൽ ചിലപ്പോൾ ഒരു 12 മണിക്ക് ചിലപ്പോൾ തീർത്തിട്ടുണ്ടാവും, 1 മണിക്ക് തീർത്തിട്ടുണ്ടാവും. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു ട്രേഡിങ്, ഈ ഒരു ബിസിനസ് ആയിട്ട് കാണുന്ന ഈ ഒരു ട്രേഡിങ്ങിനെ ബിസിനസ് ആയിട്ട് കാണുമ്പോൾ ആ ഒരു ബിസിനസ് കഴിയുന്നത്, അതിനുശേഷമായിരിക്കണം പോസ്റ്റ് ട്രേഡ് എഴുതേണ്ടത്. അവിടെ നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ ഔട്ട്കം ആണ്. ഔട്ട്കം എന്താണ്, ഓവറോൾ എന്താണ് ഔട്ട്കം കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ഈ ഒരു പ്രോഫിറ്റിൻ്റെ ഓവറോൾ ഒരു ഔട്ട്കം എന്താണെന്ന് എഴുതുക. അതേപോലെ ഇമോഷൻസ് ഡ്യൂറിങ് ദ ട്രേഡ് ടേക്കൺ, അതാണ് ടി എന്ന് പറയുന്നത്. നിങ്ങൾ ട്രേഡ് എടുത്ത സമയത്ത് നിങ്ങൾക്കുണ്ടായ ഇമോഷൻ, നമ്മൾ പലതരം ഇമോഷൻസ് പറഞ്ഞു. ഫിയർ പറഞ്ഞു, ഗ്രീഡ് പറഞ്ഞു, ഹോപ്പ് പറഞ്ഞു, ഡൗട്ട് പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലേതാണ് വന്നത്? ഓക്കെ, എന്താണ് വന്നത്? അതേപോലെ സൈക്കോളജിക്കലി ഇമ്പാക്റ്റ് ആയോ, അല്ലെങ്കിൽ എന്താണ്, ഇമോഷൻ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സൈക്കോളജിക്കലി ഇമ്പാക്റ്റ് ആവും. അപ്പോൾ സൈക്കോളജിക്കലി നിങ്ങൾ ഇമ്പാക്റ്റ് ആയോ? നെക്സ്റ്റ് എന്താണ്, ഫോക്കസ്ഡ് ഓർ നോട്ട്, നിങ്ങൾ എന്താണ് ഫോക്കസ്ഡ് ആയിട്ടാണോ അൺഫോക്കസ്ഡ് ആയിട്ടാണോ നിങ്ങൾ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്, അത് എഴുതുക. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം എന്താ, മിസ്റ്റേക്ക് എന്താണെന്ന് എഴുതുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഔട്ട്കം പ്രോഫിറ്റ് ആണെങ്കിൽ എന്താണ്, അവിടെ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് എഴുതാണ്ടാവും. കാരണം എന്താ, നമ്മളൊരു ഗുഡ് പ്രോഫിറ്റിലായിരിക്കില്ല ഇറങ്ങിയിട്ടുണ്ടാവുക. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, കിട്ടിയ പ്രോഫിറ്റിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അത് ഗുഡ് പ്രോഫിറ്റ് അല്ല, ബാഡ് പ്രോഫിറ്റ് ആണ്. ഗുഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റാണ് ഗുഡ് പ്രോഫിറ്റ്. നമ്മളെ റൂൾസ് ഫോളോ ചെയ്താതെ എന്താണ്, കുറച്ച് പ്രൈസ് മുകളിലേക്ക് പോയപ്പോൾ ഫിയർ ആയിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു പ്രോഫിറ്റ് കാണിക്കും. അത് ഗുഡ് പ്രോഫിറ്റ് അല്ല, ബാഡ് പ്രോഫിറ്റ് ആണത്. അതേ കാര്യം തന്നെയാണ് ലോസിനും. അപ്പോൾ എന്താണ്, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് എഴുതുക. അതേപോലെ ഒബേ റൂൾസ്, നമ്മളിവിടെ പറഞ്ഞ റീഡ് അവർ റൂൾസ് ലൗഡ്ലിയിൽ നമ്മൾ സ്റ്റേജ് 1 പറഞ്ഞ നിങ്ങളുടെ ആ ഒരു ഒബേ റൂൾ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ റൂൾസ് ഒബേ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ എത്തിക്സ് കീപ്പ് ചെയ്തിട്ടുണ്ടോ, യെസ് ഓർ നോ ഇവിടെ എഴുതുക. അതേപോലെ ലെസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവറോൾ ഇന്നത്തെ ദിവസം നമ്മളുടെ എന്താണ് എക്സിക്യൂഷനിലുള്ളതും ഔട്ട്കംസും എല്ലാം കൂടി കൂട്ടിയിട്ട് നിങ്ങൾ എന്താണ് പഠിച്ചത്, ആ കാര്യം എന്താണെന്ന് പച്ച മലയാളത്തിലോ പച്ച ഇംഗ്ലീഷിലോ എഴുതുക. അതേപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ടു പ്ലാൻ, നിങ്ങളിപ്പോൾ എഴുതിയ ഈ ഒരു പ്ലാൻ, നിങ്ങളിപ്പോൾ ഈ ഒരു എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്ലാന്, അതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണോ എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസിങ് ക്യാപിറ്റൽ. നിങ്ങളെന്താണ്, നിങ്ങൾ ഗെയിം പ്ലാനിലൊരു ക്യാപിറ്റൽ എഴുതിയല്ലോ, അത് തന്നെ എന്താണ് എൻഡ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ എത്രയായി എന്ന് എഴുതുക. അതിനുശേഷം എന്താ പറയുക, സമ്മറി എഴുതുക. സമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്, ഒബ്വിയസ്ലി ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ എഴുതുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ട്രേഡിംഗ് ജേണൽ എഴുതുന്ന സമയത്ത് കുറച്ച് ടഫാണ് എന്ന് തോന്നും. പക്ഷെ എന്താണ്, ആദ്യം എഴുതുമ്പോഴേ അതൊരു ടഫായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ 3 തിരിക്കുക. ആദ്യത്തത് ഗെയിം പ്ലാൻ. ഇതെപ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് എഴുതി വെക്കണം. ബാക്കി 2 സ്റ്റേജും എല്ലാം കഴിഞ്ഞിട്ട് ചെയ്താലും മതി. ആദ്യത്തെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഫസ്റ്റിൽ തന്നെ ചെയ്യണം. അതിലെന്താണ്, ഡേറ്റ് എഴുതണം, ഡേ എഴുതണം, സ്പെഷ്യാലിറ്റി എഴുതണം, മെൻ്റൽ സ്റ്റേറ്റ് എഴുതണം, ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ എന്താണ് എഴുതണം, ക്യാപിറ്റൽ എഴുതണം, പ്രീവിയസ് ഡേ അനാലിസിസിൻ്റെ റിസൾട്ട് എന്താണെന്ന് എഴുതണം. അതേപോലെ റീഡ് അവർ റൂൾസ് ലൗഡ്ലി, നമ്മളുടെ റൂൾസ് എന്താണെന്നുള്ളത്, റൂൾസ് ഇല്ലാത്തവർ പോയി റൂൾസ് ഉണ്ടാക്കുക, അതിനുശേഷം ജേണൽ ഉണ്ടാക്കാൻ നിന്നാൽ മതി. അപ്പോൾ എന്താണ്, റീഡ് അവർ റൂൾ. അതിനുശേഷം എന്താണ്, എക്സിക്യൂഷൻ സ്റ്റേജിലാണ്. എക്സിക്യൂഷൻ സ്റ്റേജിൽ നമ്മളുടെ സെഗ്മെൻറ്റ് എന്താണ്, നമ്മുടെ സ്ക്രിപ്റ്റിൽ നമ്മൾ ബൈ ആണോ സെല്ലാണോ ചെയ്തതെന്ന് എഴുതുക, എൻട്രി പ്രൈസ് ചെയ്താൽ, ടാർഗറ്റ് പ്രൈസ് ചെയ്താൽ, സ്റ്റോപ്പ് ലോസ് പ്രൈസ് ചെയ്താൽ, അതേപോലെ റീസൺ ഫോർ ട്രേഡ്, എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്, നമ്മൾ യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്താണെന്ന് എഴുതാം. അതേപോലെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്താണെന്ന് എഴുതാം. നമ്മൾ ട്രെൻഡിനൊപ്പമാണോ പോയിട്ട് എൻട്രി എടുത്തത്, കൗണ്ടർ ട്രേഡ് ആണോ എടുത്തത് എഴുതുക. അതിനുശേഷം എന്താ, പോസ്റ്റ് അനാലിസിസ് നമ്മളുടെ ഇവാലുവേഷൻ വരുന്നത് ഇതിലാണ്. ഇതിലെന്താണ്, ഔട്ട്കം, ഓവറോൾ ഔട്ട്കം എന്താണെന്ന് എഴുതുക. ഇമോഷൻസ് ഡ്യൂറിങ്
ട്രേഡ് ടേക്ക് ചെയ്ത സമയത്ത് എന്ത് ഇമോഷനാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തത്, അത് സൈക്കോളജിക്കലി നമ്മളെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എഴുതുക. നമ്മൾ ഫോക്കസ്ഡ് ആണോ അൺഫോക്കസ്ഡ് ആയിട്ടാണോ നമ്മളവിടെ ഇരുന്നതെന്ന് എഴുതുക. നമ്മൾ ഇതിൽ ചെയ്ത മിസ്റ്റേക്കുകൾ ഓരോന്നോരോന്നായിട്ട് എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞ ലൗഡായിട്ട് നമ്മൾ വിളിച്ചു പറയാൻ പറഞ്ഞ നമ്മളുടെ റൂൾസ് അത് നിങ്ങൾ ഒബൈ ചെയ്തിട്ടുണ്ടോ, എത്തിക്സ് കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതേപോലെ ഇതിൽ നിങ്ങളൊരു ലെസൺ പഠിച്ചിട്ടുണ്ടോ, ആ ലെസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ആ ലെസൺ എഴുതുക. ഓക്കെ, അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ, നിങ്ങളിപ്പോൾ ചെയ്ത ഈ ഒരു പ്ലാനിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. ഓക്കെ, അതുപോലെ ക്ലോസിങ് ക്യാപിറ്റൽ, നമ്മൾ ഗെയിം പ്ലാനിൽ ക്യാപിറ്റൽ എഴുതി, അതുപോലെ ക്ലോസിങ് ക്യാപിറ്റൽ ആകുമ്പം ക്ലോസിങ് ക്യാപിറ്റൽ ചെയ്താൽ എത്ര ഡ്രോ ഡൗൺ ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഗെയിൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ക്ലോസിങ് ക്യാപിറ്റൽ എഴുതുന്നത്. അതുപോലെ ലാസ്റ്റ് ഒരു സമ്മറി. അപ്പോൾ എന്താണ്, ഗെയിം പ്ലാനിൽ ഒരു 7 പോയിൻറ്റ്, എക്സിക്യൂഷനിൽ ഒരു 9 പോയിൻറ്റ്, പോസ്റ്റ് ട്രേഡിലൊരു 10 പോയിന്റ്. ഓക്കെ, നോട്ട് ഡൗൺ ചെയ്യുക. അങ്ങനെ ഇനി വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇങ്ങനെ ജേണൽ എഴുതി വെച്ച് എന്താണ് ഇതിനെ കൊണ്ട് ചെയ്യേണ്ടത്, ഇതിനെങ്ങനെയാണ് അനലിറ്റിക്കലി അപ്രോച്ച് ചെയ്യേണ്ടത്, ഇതിനെങ്ങനെയാണ് റിവ്യൂ ചെയ്യേണ്ടത്, അവിടെയാണ് ഓവർ വ്യൂ എന്ന് പറയുന്നത് വരുന്നത്. ഓവർ വ്യൂവിൽ എന്താ നമ്മൾ നോക്കുന്നത്, നമ്മൾ ഡേ ട്രേഡ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ്, അതുപോലെ ഫ്യൂച്ചേഴ്സ്, അതുപോലെ എന്താണ് ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ബേസൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയ ജേണല് വീക്ക്ലി അസസ്മെൻറ്റ് നടത്തുക. എന്ന് വെച്ചാൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 5 ട്രേഡിംഗ് ഡേ ആണ് 1 വീക്കിൽ മാക്സിമം ഉണ്ടാവുന്നത്. ഓക്കെ, ചില ദിവസം സാറ്റർഡേസിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ട്രേഡിംഗ് ജേണൽ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ട്രേഡിംഗ് ജേണൽ എഴുതണം. ഇൻ കേസ് നിങ്ങൾക്ക് ട്രേഡ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ജേണൽ ചെയ്യണം. നോ ട്രേഡിംഗ് എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, 5 ദിവസവും നമ്മൾ ട്രേഡിംഗ് ജേണൽ എഴുതിയിട്ട് ഫ്രൈഡേ വീക്ക്ലി കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, 5 ദിവസത്തെയും അന്ന് ഒരു ദിവസം നൈറ്റ് ഇരുന്ന് വായിച്ചിരുന്ന് നോക്കുക. റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടോ, നമ്മളെടുത്ത സ്ക്രിപ്റ്റ് ഏതാണ്, ഗെയിം പ്ലാൻ എന്താണ്, എക്സിക്യൂഷൻ സ്റ്റേജ് വായിച്ചു നോക്കുക, പോസ്റ്റ് ട്രേഡ്സ് വായിച്ചു നോക്കുക. ഈ 5 ദിവസത്തതും എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. ഓക്കെ, ഇൻട്രാഡേ അല്ലെങ്കിൽ ഡേ ട്രേഡുകാർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താണ്, സ്വിംഗ് ട്രേഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മന്ത്ലി അസസ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. മന്ത്ലി അസസ്മെൻറ്റ് പറയുമ്പോൾ 1 വീക്ക്, 2 വീക്ക്, 3 വീക്ക്, 4 വീക്ക്. ഈ 4 വീക്കിന് ശേഷം മന്ത് എൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ചാനലിൽ റിവ്യൂ ചെയ്ത് നോക്കാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, ഈ 3 സ്റ്റേജിലും എന്താണ്, ഗെയിം പ്ലാൻ ആൻഡ് എക്സിക്യൂഷൻ സ്റ്റേജ്, പോസ്റ്റ് ട്രേഡ് അനാലിസിസ് അല്ലെങ്കിൽ പോസ്റ്റ് ട്രേഡ് സ്റ്റേജ്, ഇത് 3 അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ റൂൾസ് പാലിക്കുന്നുണ്ടോ നോക്കുക. ചിലപ്പോൾ എന്താണ്, ഈ റൂൾസ് പാലിക്കുന്നുണ്ടാവാം, റൂൾസ് പാലിക്കാതിരിക്കാം, ഫോക്കസ്ഡ് ആയിരിക്കാം, നോട്ട് ഫോക്കസ്ഡ് ആയിരിക്കാം, ഇമോഷൻസ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം, അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, നമ്മളെന്താണ് നമ്മളുടെ ഈ ഒരു നമ്മളുടെ ഈ ഒരു ജേണി നമ്മളെന്താണ് ട്രാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് പിന്നീട് ഇരുന്ന് നമ്മളത് സൂക്ഷ്മമായിട്ടിരുന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടും എന്താണ് മിസ്റ്റേക്ക് എന്ന്, നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മളുടെ വീക്ക്നെസ് എന്താണ്, നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ആ മിസ്റ്റേക്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അതാണ് അസസ്മെൻറ്റ് എന്ന് ഉദ്ദേശിച്ചത്. എഴുതിയാൽ മാത്രം പോരാ, അത് റിവ്യൂ ചെയ്യണം. ഓവർ വ്യൂവിൽ നമ്മൾ ഡേ ട്രേഡ് ആണ് ചെയ്യുന്നതെങ്കിൽ വീക്ക്ലി അസസ്മെൻറ്റ് ചെയ്യുക, സ്വിംഗ് ട്രേഡ് ആണ് ചെയ്യുന്നതെങ്കിൽ മന്ത്ലി അസസ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജേണലിങ്ങിനെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഓവർ വ്യൂ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇനി നമ്മളെന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡിംഗ് ജേണൽ എന്തായാലും പറഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ്, ഒരു 10 ഇമ്പോർട്ടൻസ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഫസ്റ്റത്തത് പെർഫോമൻസ് ട്രേസിങ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഓവറോൾ പെർഫോമൻസിൻ്റെ ഒരു കോഡ് ഫോർമാറ്റാണ് നമ്മൾ ട്രേഡിംഗ് ജേണലിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഡേ ബൈ ഡേ നമ്മളിത് അനാലിസിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വീക്കിലി നമ്മൾ പറഞ്ഞ പോലെ ഡേ ട്രേഡിങ്ങിൽ വീക്കിലി അസസ്മെൻറ്റും സ്വിംഗ് ട്രേഡിലും മന്ത്ലി അസസ്മെൻറ്റും നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ പെർഫോമൻസിൻ്റെ ആ ഒരു ട്രാക്കിംഗ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് പെർഫോമൻസ് ട്രാക്കിങ്. അതുപോലെ സ്ട്രാറ്റജി ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്ത് അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തൊക്കെയാണ് ആ സ്ട്രാറ്റജിയിൽ വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജി ഒപ്റ്റിമൈസേഷൻ അവിടെ നടക്കും. അതേപോലെ എറർ ഐഡൻറ്റിഫിക്കേഷൻ, നമ്മൾ അതിൻ്റെ മിസ്റ്റേക്ക് നമ്മൾ പോസ്റ്റ് ട്രേഡ് സ്റ്റേജിൽ നമുക്ക് വന്ന ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ എറർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു.
നെക്സ്റ്റ് എന്താണ് ഇമോഷണൽ മാനേജ്മെൻറ്റ്. നമ്മളെന്താണ് നമ്മൾ എഴുതിയിട്ടുണ്ട് എന്ത് ഇമോഷനാണ് നമുക്ക് ട്രേഡ് ടേക്കൺ ആഫ്റ്റർ സംഭവിച്ചത്, നമ്മൾ സൈക്കോളജിക്കലി അത് ബാരിയർ ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഡെയിലി എഴുതുന്ന സമയത്ത് എന്താണ് നമ്മൾ പ്രിക്യൂഷൻസ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇമോഷണൽ മാനേജ്മെൻറ്റ് അവിടെ നടക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ ഇംപ്രൂവിങ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ എബിലിറ്റി അവിടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഫോക്കസ് ആയിട്ടാണോ അൺഫോക്കസ്ഡ് ആയിട്ടാണോ നിൽക്കുന്നതെന്ന് പറയും. നമ്മൾ ഓവറോൾ പെർഫോമൻസ് ഡെയിലി നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് പുതിയ പുതിയ ഡിസിഷൻസ് അവിടെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞാൽ ഗോൾ സെറ്റിംഗ്. ഈ ഗോൾ സെറ്റിങ്സിൽ എന്താണ്, ചിലർ മന്ത്ലി ഇത്ര പെർസെൻറ്റേജ് ടാർഗറ്റ് വെക്കും, ചില ആളുകൾ വീക്കിലി ഇത്ര പെർസെൻറ്റേജ് ടാർഗറ്റ് വെക്കും, ചില ആളുകൾ ഇയർലി ഇത്ര ടാർഗറ്റ് വെക്കും. അപ്പോൾ എന്താ ട്രേഡിംഗ് ജേണൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നതിന് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ ഒരു ഗോൾ സെറ്റിംഗ് അറ്റൈൻമെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. അതേപോലെ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പൊസിഷൻ സൈസിങ് ഉണ്ട്, അതുപോലെ എത്ര പെർസെൻറ്റേജ് ക്യാപിറ്റലിൻ്റെ റിസ്ക് എടുക്കുമെന്ന് നമ്മൾ റൂളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളുടെ റിസ്ക് റിവാർഡ് 1:2 1:3 നമ്മൾ മിനിമൽ എടുക്കേണ്ട റിസ്ക് റിവാർഡ് റേഷ്യോ എത്രയാണെന്ന് പറയുന്നത്. അതുപോലെ എത്ര വോളറ്റൈൽ ഡേയിൽ എത്ര ട്രേഡ് എടുക്കണം, നോർമൽ ഡേയ്സിൽ എത്ര ട്രേഡ്, ഇതെല്ലാം വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മളുടെ റിസ്ക് മാനേജ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ബിൽഡിംഗ് കോൺഫിഡൻസ്. ബിൽഡിംഗ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മളിത് എഴുതുന്നു, ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നു, ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഇതിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണ് നമ്മളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. കാരണം എന്താ, നമ്മൾ മിസ്റ്റേക്കുന്ന കാര്യങ്ങൾ പഠിക്കുകയാണ്, നമ്മൾ മിസ്റ്റേക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നു, അതെന്താണ് ഗ്രോത്തിനുള്ള ഒരു അഡ്വാൻസ്മെൻറ്റ് തന്നെയാണ്. നെക്സ്റ്റ് എന്താണ്, ഇതെല്ലാം കൂടി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡിസിപ്ലിൻ ഇമ്പ്രൂവ് ആവുകയേ ചെയ്യൂ. ഓക്കെ, ആവാതിരിക്കില്ല, നമ്മൾ ഡിസിപ്ലിൻ ആവും. കാരണം എന്താണ്, നമ്മൾ ട്രേഡിംഗ് ജേണൽ എഴുതുമ്പോൾ ചിലവർക്ക് എന്താണ് ട്രേഡിംഗ് ജേണൽ എഴുതാൻ തന്നെ മടിയായിരിക്കും. കാരണം അതിൽ സമയം പോകുമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ അപ്പുറത്തുണ്ട്. നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അത് മുഴുവൻ എഴുതുന്നു, ഇന്ന് നടന്ന കാര്യങ്ങൾ മുഴുവൻ എഴുതുന്നു. കാരണം എന്താ, അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് പിന്നീട് നമ്മൾ വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. നമുക്ക് എവിടെയാണ് നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മളുടെ വീക്ക്നെസ് എന്താണ്, നമുക്ക് എപ്പോഴും പതറിപ്പോകുന്ന ആ ഒരു സ്റ്റേജ് എന്താണെന്ന് വരെ നമ്മൾ മനസ്സിലാക്കും. ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്താണ്, നമ്മൾ പണ്ട് പഠിച്ച പുസ്തകം നമുക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് നമ്മളത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുന്ന സമയത്ത് അന്ന് നമ്മൾ ചിലപ്പം വിവരക്കേട് കൊണ്ട് എഴുതിയതും ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഇവാലുവേഷൻ നമ്മുടെ മനസ്സിൽ വരുമല്ലോ, ഞാൻ എന്തൊക്കെയാണ് എഴുതി കൂട്ടിയെന്നുള്ള ആ ഒരു രീതിയിൽ. അപ്പോൾ ടോട്ടലി നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ജേർണലിലെ 10 കാര്യങ്ങളും എന്താണ്, ഇതെല്ലാം ജേർണലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താണ് നമുക്ക് കൺക്ലൂഷൻ സ്റ്റേജിലേക്ക് പോവാം. ഓക്കെ, ഈ കൺക്ലൂഷൻ സ്റ്റേജിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ട്രേഡിംഗ് ജേർണലിനെ നമ്മളെന്താണ് ഒരു റിലേറ്റീവ് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു, ഒരു ആപ്പിൾ സെല്ലിങ് വെച്ച് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ നമ്മുടെ ട്രേഡിംഗ് ജേർണൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പെർസ്പെക്റ്റീവ്സ് നോക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ട്രേഡിങ്ങിന് എന്താണ് നമ്മൾ ബിസിനസ് ആയിട്ട് കാണാം, അതിൽ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കാണണം എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ് ട്രേഡിംഗ് ജേർണൽ എന്താണ്, നമുക്ക് ഡിജിറ്റൽ ഫോർമാറ്റിൽ എഴുതാം, പേപ്പർ ഫോർമാറ്റിൽ എഴുതാം. ഓക്കെ, പേപ്പർ ഫോർമാറ്റിൽ എഴുതുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ബ്രെയിൻ റിലേറ്റഡ് ചെയ്ത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ട്രേഡിംഗ് ജേർണൽ എഴുതുന്നതിൻ്റെ സ്ട്രക്ചർ നമ്മൾ 3 സ്റ്റേജസ് ആയിട്ട് സ്ട്രക്ചർ വൈസ് പറഞ്ഞു. അതിനുശേഷം എന്താണ് നമ്മളൊരു റൂൾസ്, എല്ലാവർക്കും ഉണ്ടാവേണ്ട റൂൾസ്, ഞാൻ എൻ്റെ ഒരു 10 റൂൾ ഞാനിവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് അത് ഞാൻ ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ കെയർഫുള്ളായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് ഈ എഴുതി വെച്ച ഈ ഒരു ട്രേഡിംഗ് ജേർണൽ ഓവർവ്യൂ എങ്ങനെയാണ് അനാലിസിസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ റിവ്യൂ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ അസസ്മെൻറ്റ് എങ്ങനെയാണ്. ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ വീക്ക്ലി അസസ്മെൻറ്റും, സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾ എന്താണ് മന്ത്ലി അസസ്മെൻറ്റും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ട്രേഡിംഗ് ജേർണലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. അങ്ങനെ നമ്മൾ കൺക്ലൂഷൻ സ്റ്റേജിലെത്തി. ഇവിടെ എന്താണ് നമ്മൾ ഇതിൽ ലേണിംഗ് ഫ്രം അവർ ആക്ഷൻസ്, നമ്മളുടെ ആക്ഷൻസ് എന്നാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ലാസ്റ്റ് ഞാനൊരു കോട്ടും കൂടി പറഞ്ഞിട്ട് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. യു ക്യാൻ മേക്ക് മണി വിത്തൗട്ട് ജേർണലിങ്. നിങ്ങൾ ജേർണൽ എഴുതിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ കാശുണ്ടാക്കും. ബട്ട് യു വുഡ് നോട്ട് ഏബിൾ ടു സസ്റ്റെയിൻ ഇൻ ദ ലോങ് റൺ. പക്ഷെ എന്താണ് നിങ്ങൾക്ക് ഒരു കാരണവശാലും സസ്റ്റെയിൻ ആയിട്ട് ഒരു ലോങ് ടേം സസ്റ്റെയിനബിലിറ്റി കിട്ടില്ല. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ താങ്ക് യു.